ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഹൈദരാബാദിൽ നിന്ന്. ഇനി പോവാം വേറെ ഫ്ലൈറ്റിന്. വാ, മൃദുലാൻഡിയോടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തുകൊണ്ട് അപ്പം ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവാണേ. ഞാൻ ഈ സ്വെറ്ററൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കില്ല, ഇവിടെ നല്ല ചൂടുണ്ട്. പക്ഷേ വലിയ ചൂടില്ല. പക്ഷേ ഇത് ലഗേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനും മോളും ഓരോ സ്വെറ്റർ എടുത്തൊക്കെ ഇട്ടതാണ്. മേലല്ലേ കയറുന്നതാ. അങ്ങനെ അവർ ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഒരാഴ്ച നല്ല സുഖമായിരുന്നു കേട്ടോ. ബാഗാണ് അവിടെ കൊടുത്തുവിടാനെടുത്തത്. അവർ പറഞ്ഞ് 2 ബാഗ് അലൗഡ് ഉള്ളെന്ന്. ഒരു ബാഗ് കൂടെ കയ്യിലെടുക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു പ്രയാസമായിപ്പോയി. ഞങ്ങൾ എയർപോർട്ടിലൊക്കെ വന്നിരുന്നു ഹൈദരാബാദിൽ. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ആയി. ഞങ്ങൾ ഇനി പോകാം ഉടനെ. ഓക്കെ, ഞങ്ങളെ വിൻഡോ സീറ്റ് കിട്ടി. ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് കയറിയിരിക്കുന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. ഇവിടെ സീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. വളരെ ബ്ലാക്ക് സീറ്റൊക്കെയാണ്. പിന്നെ നമുക്കിങ്ങനെ വയ്ക്കാൻ ട്രേയുണ്ട്, ചായ കോഫി കഴിക്കാം. പിന്നെ അവരുടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്നുള്ളത് ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ട്, വിലയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നൊക്കെ കഴിക്കാം. ഞങ്ങളിങ്ങനെ ഹൈദരാബാദ് ടു ചെന്നൈ, മദ്രാസ്, നമ്മുടെ പഴയ തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹൈദരാബാദ്, മദ്രാസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അന്നേരം പറഞ്ഞുതരാം എവിടെയാണ്. ഞങ്ങൾ 2 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു. ആകാശത്തിരുന്ന് വെള്ളം ഒന്നും കുടിക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് എന്തൊരു പാടാണോ. ആകാശമാകെ കണിമല അപ്പോൾ വെള്ളം കുടിച്ചു. അടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫ്ലൈറ്റിലൊക്കെ അവർ കയറിയിട്ടുണ്ട്. അന്നേരം ട്രിപ്പ് തന്നിട്ടുണ്ട്. ചേട്ടൻ ഗെറ്റ് വെൽ സൂൺ. നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വോമിറ്റിങ് ചെയ്യുവാണെങ്കിൽ ഇടാനുള്ളതാണ്. ഒരു പ്രയാസവും ഇല്ല ഫ്ലൈറ്റിൽ പോകുന്നതിന്. ഒരു പേടിയും വേണ്ട. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ഉള്ള ഒരു ബുക്കുണ്ട്. അത് അവർ ഓൾറെഡി എയർ ഹോസ്റ്റസ്മാർ പറയുന്നതാണ്. എങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്യാം ഫ്ലൈറ്റിന് അതൊക്കെയാണ് അവർ കാണിക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഏറ്റവും പുറകിലായിരുന്നു. ഇപ്പം ഇരിക്കുന്നതല്ല, ഇങ്ങനെ നടുക്കല ഈ ഭാഗത്തായിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ. ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ഏറ്റവും മുമ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി അവർ കോഫി വരുന്നുണ്ട്. ഇന്ത്യയുടെ കോഫിയാണ്. കോഫി ഇതിങ്ങനെ കുറച്ച് കോഫി ഇട്ടിട്ട് ഒന്ന് ഇളക്കാൻ ഒരു കമ്പൂടെ കൊണ്ടിട്ടുണ്ട്. ഞങ്ങളെ ബർഗർ മേടിച്ചു. ഈ ബർഗറിന് എത്ര രൂപയാണെന്നറിയാം?
ഫ്ലൈറ്റ് കിട്ടോ? ആ ഫ്ലൈറ്റിനാണ് ഞങ്ങളിപ്പോൾ പോയത്. ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് കയറി മദ്രാസിൽ നിന്ന് രാത്രിയായി 6 മണി, എത്രയായി? 6:30 കഴിഞ്ഞു കേട്ടോ. 9 മണിയാവും ചെല്ലുമ്പോൾ. അപ്പോൾ ഇനി ഇതിൽ ഫ്ലൈറ്റിലെ വിശേഷമൊന്നും കാണിക്കണ്ടല്ലോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ചിലപ്പോൾ ഞാനങ്ങ് ഉറങ്ങി. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 37,000 ഫീറ്റ് ഉയരത്തിലാണ് കേട്ടോ. നമ്മൾ പോകുന്ന റൂട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാൻ, കാണാൻ പറ്റുമോ പറയാം. നമ്മൾ പോകുന്നത് ഇങ്ങനെയുള്ള റൂട്ടിലൂടെയാണ് പോകുന്നത്. അതായത് ചെന്നൈ, ഹൈദരാബാദ് വഴി അവിടെ ലാൻഡ് ചെയ്യുന്നില്ല. ഹൈദരാബാദ്, ഭുവനേശ്വർ, കൽക്കട്ട, ബംഗ്ലാദേശൂടെ ചുറ്റി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തും. അപ്പം അതെവിടെയാണെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ഗോഹട്ടിയിലെത്തി. ഗോഹട്ടി എയർപോർട്ടിലെത്തി. ഞാൻ പറഞ്ഞിരുന്നല്ലോ എവിടെ വരുന്നതെന്ന്. ഗോഹട്ടിയിലാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഗോഹട്ടി എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുന്നതെന്ന്. ഞങ്ങൾ ഗോഹട്ടിയിലാണ് വന്നത്. ഇനി എന്നെ കാത്തൻ്റെ മോനും ഭർത്താവും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വെളിയിൽ ഇറങ്ങാൻ പോവാണ്. ഇതുണ്ടോ, ഇത് കാണാൻ പോകുന്നുണ്ട് കേട്ടോ ഞാൻ. ബാ, അപ്പോൾ ഇന്നത്തെ ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.